നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ ഗോവയുടെ വീഡിയോകളിലേക്ക് 4ാം ഭാഗമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ഗോവയിലെ 1609 പണികഴിപ്പിച്ചിട്ടുള്ള ബാർക്യൂൺ സ്റ്റൈൽ കത്തോലിക് ചർച്ചാണ് കേട്ടോ. അതിനെ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവർ ലേഡി ഓഫ് ദ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ച് പനാജി എന്നാണ് കേട്ടോ. പനാജിയാണ് കേട്ടോ. പനാജി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. ഓക്കെ, അപ്പം നമ്മളവിടെ കണ്ടിട്ട് നമ്മളവിടെ തിരിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മൾ വേറൊരു സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ പൗള എന്ന് പറയുന്ന ഗോവയിലെ ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഏകദേശം അവിടെ നിന്നൊരു 15 കിലോമീറ്ററോളം വരും. നമ്മളിപ്പം ഈ വിസിറ്റ് ചെയ്തിരുന്ന ദ ലേഡി ഓഫ് ചർച്ചിൽ നിന്നും ഒരു 15 കിലോമീറ്ററോളം വരും കേട്ടോ. അപ്പോൾ നമ്മളവിടുന്ന് ഷോർട്ട് കട്ട് കയറിയിട്ട് നമ്മൾ ഹൈവേയിൽ കയറണം. സീഷോർ വഴി, അതായത് കടലിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡാണ്. അവിടേക്ക് നമ്മൾ മീൻ കയറണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഒന്ന് ഹൈവേയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടുന്ന് ഒന്ന് ഹൈവേയിലോട്ട് കയറുമ്പം നേരെ കാണുന്ന കണ്ടോ, കിടക്കുന്ന ഒരു ഷിപ്പാണ് കേട്ടോ. അതിൽ ഒരു ഷിപ്പാണ് കിടക്കുന്നത്. അത് കസിനോയുടെ ഉണ്ടോ, കസിനോയുടെ ഒരു ക്ലബിൻ്റെ ഫ്രണ്ടേജാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അത് ബിഗ് ഡാഡി എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടുന്ന് ഇങ്ങനെ സൈഡിലെ നല്ല കാഴ്ചകളുമൊക്കെ ഉണ്ട്. ഗോവയുടെ അതിമനോഹരമായ കാഴ്ചകളുമൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഇപ്പം ലെക്സിക്കോൺ ക്രൂയിസാണ്. അതായത് ഏറ്റവും വലിയ ലക്ഷറി ആയിട്ടുള്ള ക്രൂയിസുകളാണ് ഷിപ്പുകളും, ചെറിയ ഷിപ്പുകളും ലക്ഷറി ഷിപ്സൊക്കെയാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും 5 സ്റ്റാർ 3 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ക്ലബ്ബുകളൊക്കെ ഉണ്ട് അതിനകത്ത് കേട്ടോ. അപ്പം അതിനാണ് ഈ ഗോവയിൽ പോകണം എന്നെല്ലാവരും പറയുന്നത്. അപ്പം കസിനോ പ്രൈഡ് എന്ന് പറഞ്ഞ് ഇതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ കേട്ടോ. അപ്പം നാളെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത്, റൈറ്റ് സൈഡിൽ ഷോറാണ്, തീരങ്ങളാണ്, അതായത് കടലാണ് കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്കിങ്ങനെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗോവ എന്ന് പറയുന്നത് നല്ല ക്ലീൻ സിറ്റിയാണ്. പിന്നെ ഗോവയുടെ വിശേഷങ്ങൾ എന്ന് പറയുമ്പം പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടോപ്പ് ടൂറിസ്റ്റ് പ്ലേസുകളിലൊരു സ്ഥലമാണ് ഗോവ. ആ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ നമ്മുടെ കസിനോസിൻ്റെ ലക്ഷറി ഷിപ്സൊക്കെയാണ്. അതിൽ ക്ലബ്ബുകളുണ്ട്, ചീട്ടുകളിയും മറ്റുള്ള എല്ലാ DJ കാര്യങ്ങളും മറ്റുള്ള എല്ലാവിധമായ എന്താ പറഞ്ഞാൽ ലക്ഷറി ആയിട്ടുള്ള എല്ലാ പരിപാടികളുണ്ട്. അതായത് മീൻസ് ചീട്ടും കാർഡ്സും പിന്നെ ക്ലബ്ബുകളും പാർട്ടിയും അങ്ങനെയുള്ള എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക ഗോവ. തീർച്ചയായും പോയിരിക്കുക, കണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഏകദേശം പകുതി ദൂരത്തോളം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടിരുന്നു. അതുപോലെ റൈറ്റ് സൈഡിലൊരു വലിയ ഗാർഡനാണ് കാണുന്നത്, കാമ്പാൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഗാർഡനുണ്ട്. അത് കടലിൽ തീരമാണ് കേട്ടോ. സൈറ്റ് ഓഫ് ലോർഡ് പരശുരാം, അതായത് പരശുരാമൻ്റെ ഒരു അമ്പലം അവിടെ ഉണ്ട് കേട്ടോ, അതിൻ്റെ റൈറ്റ് സൈഡ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കലാ അക്കാഡമി എന്ന് പറയുന്ന, റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ, കലാ അക്കാഡമി. ഗോവയുടെ കലാപരിപാടികൾ, അതായത് കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നമ്മുടെ കേരള കലാമണ്ഡപം എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഒരു അക്കാഡമിയാണത് കേട്ടോ. പിന്നെ അവിടെ ഈ ഫിലിം ഫെസ്റ്റിവലും ഫിലിം ഫെസ്റ്റിവലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ അവിടെ വെച്ചാണ് നടത്താറുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് കലാ അക്കാഡമിയാണ്, ഗോവയുടെ കലാ അക്കാഡമിയാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. വലിയൊരിതാണ് കേട്ടോ. പിന്നെ അവിടെ നമ്മളിങ്ങനെ അവിടെ നിന്ന് പാസ് ചെയ്ത് വരുമ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ വലിയ ഫുട്ബോൾ കോർട്ടുകളുണ്ട്. അങ്ങനെ
അതായത് റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ സ്പോർട്സിൻ്റെ കാര്യം എല്ലാം ഉണ്ട് കേട്ടോ. സ്പോർട്സിൻ്റെ ഒരു സ്റ്റേഡിയമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പാസ് ചെയ്യുന്ന പറഞ്ഞാൽ മിറാമാർ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്ത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളവിടെ കയറുന്നതായിരിക്കും. ഇപ്പം മിറാമാർ നമ്മൾ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഡോണ പൗള എന്ന് പറയുന്ന ഒരു നമ്മുടെ കടലിൻ്റെ ഒരു എന്താ പറയുക മുഖ്യമായ ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. അതിനിടയ്ക്ക് വേറെ ഒന്നോടുണ്ടായിരുന്നു, പക്ഷെ നമ്മളങ്ങോട്ട് പോയില്ല. രാജ് എന്ന് പറഞ്ഞ കാബോ രാജ്ഭവൻ അവിടെ നമുക്ക് ഈ ഡോണ പൗള പോകാം കേട്ടോ. ഡോണ പൗള പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള ഒരു ശരിക്കുമുള്ള വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. പിന്നെ ഗോവയിലെ പടുകൂറ്റൻ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പണം ഒഴുകുന്ന ഒരു നാടാണ്. അവിടെ വസ്തുവിൻ്റെ വിലയൊക്കെ നമ്മൾ ചുമ്മാ പോലും നമ്മൾ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിലകളാണ് ഗോവയിൽ കേട്ടോ. ഗോവയിലൊരു ഫ്ലാറ്റും ഇതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ കോടീശ്വരൻ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ വർഷങ്ങളായി ഗോവ ഉണ്ടാകുന്നതിന് മുമ്പേ പോലെ പോയിട്ടുള്ളവരായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള നമ്മളിപ്പം ഡോണയുടെ ഹൈവേയിൽ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ നമ്മൾ പോകേണ്ടി വരും വ്യൂ പോയിൻറ്റിലേക്ക് പോകാൻ. അത് ശരിക്കും വ്യൂ പോയിൻറ്റിൽ പോകണമെങ്കിൽ വ്യൂ പോയിൻറ്റിൽ അവിടെയും ഒരു 1.5 കിലോമീറ്റർ മുമ്പിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് നടന്ന് വേണം നമ്മൾ താഴേക്ക് പോകാൻ. അപ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടക്കേണ്ടി വരും കേട്ടോ. ഡോണ പൗള സർക്കിൾ എന്ന് പറയുന്ന സർക്കിളുണ്ട്, അവിടെ സർക്കിളുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ നമ്മൾ വണ്ടി നിർത്തണം. താഴേക്ക് അലൗഡില്ല. താഴേക്ക് വന്ന് ലക്ഷറി ഫ്ലാറ്റ്സുകളും അതിൻ്റെ ഹോട്ടൽസും ഒക്കെയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ അങ്ങോട്ടേക്ക് വണ്ടികൾ ഔട്ട്സൈഡ് വണ്ടിയൊന്നും ഇപ്പോൾ പ്രവേശനമില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ. വലിയൊരു കടലിനെ കുറിച്ചും അവിടുത്തെ കടലിനുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വലിയൊരു അക്കാഡമിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളങ്ങോട്ട് നടക്കാൻ തുടങ്ങിയ ചെറിയൊരു മന്ദിർ കണ്ടു. സായിബാബയുടെ മന്ദിറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ കേട്ടോ. നമ്മുടെ വ്യൂ പോയിൻറ്റിലേക്ക് ഇറങ്ങിപ്പോകാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പതുക്കെ നടക്കാം. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ ചൂടായപ്പോൾ നമ്മളൊരു ചെറിയൊരു ചോക്കോബാർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചോക്കോബാറൊക്കെ വാങ്ങിച്ച് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ താപ്പോട്ട് നടന്നു പോകാമെന്നുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ബേക്കറികളാണ് ശരിക്കും അത്. ഇവിടെ നമുക്ക് അവിടെ ചെറിയ കടകളിൽ പോലും നമുക്ക് എന്താ പറയുന്നത് വൈനുകൾ, അതായത് ലിക്കറുകൾ കിട്ടും കേട്ടോ. ചെറിയ കടകൾ, ഏത് കടയിലും. പിന്നെ കാണുന്നത് ഒരു കൊന്നമരം പൂത്ത് നിൽക്കുന്ന സമയമാണ്. ഇവിടുത്തെ ഏപ്രിലും കഴിഞ്ഞ് മെയ്യും കഴിഞ്ഞപ്പോഴാണ് അവിടെ കൊന്നമരം പൂക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ലക്ഷറി ഫ്ലാറ്റുകളും ഒക്കെയാണ് കേട്ടോ. ഈ കാണുന്നതാണ് കടൽ. നമ്മൾ അതിനുശേഷം അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ഇനി ഏകദേശം താഴേക്ക് ഇറങ്ങി പോകണം നമുക്ക് കേട്ടോ. ഇച്ചിരി ഹൈറ്റിലാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഷിപ്സൊക്കെ, ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ നിൽക്കുന്നത്. നല്ല ഇതൊക്കെ പറഞ്ഞാൽ അവരുടെ പണ്ട് കാലം മുതലുള്ള വില്ലാസൊക്കെയാണ്, വീടുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ NCCയുടെ ഒരു അവിടുത്തെ യൂണിറ്റാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അവിടെ ബോട്ടിങ്ങിന് ട്രെയിനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ താഴേക്ക് ഇങ്ങനെ നടന്നു പോകണം. അപ്പോൾ ഈ വഴിയോരത്തിൽ നമ്മുടെ അവിടെ കാണുന്ന ചെറിയ ചെറിയ ബോട്ടിക്കുകളാണ് കേട്ടോ. അവിടെ ചെറിയ ചെറിയ തുണി കടകളാണ്. തുണി കട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുന്നത് റോട്ടിലിട്ട് നമ്മൾ വിൽക്കില്ലേ, അതേ പറഞ്ഞിട്ട് തന്നെ അവിടെ ബീച്ചിൽ അവിടെ തുണിക്കൊക്കെ ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തുണിക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് നോക്കുന്നുണ്ടല്ലോ, മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിക്കുമ്പോൾ അവിടെ തുണിയുടെ ഉൽപ്പാദനം അവിടെ ഇല്ല. അപ്പോൾ ഈ കാണുന്നതാണ് ഡോള പൗള എന്ന് പറയുന്ന ബീച്ചിൻ്റെ, അതായത് നമ്മുടെ കടലിൻ്റെ ഗോവയുടെ ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. വ്യൂ പോയിൻറ്റിൻ്റെ ഒരു മെയിൻ ഇതാണ് കേട്ടോ, ബോർഡാണ് കാണുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡോള പൗള എന്ന് പറയുന്നത്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു വ്യൂ പോയിൻ്റാണിത് കേട്ടോ. നല്ല അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ അവിടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിലോട്ട് ഇങ്ങനെ കയറി പോകാൻ ഒരു പാറയുണ്ട് അവിടെ കേട്ടോ. ആ പാറയുടെ മുകളിലേക്ക് നമുക്ക് കയറി പറ്റും. അവിടെ കയറി നിന്നിട്ട് നമുക്ക് പണ്ട് കാലത്ത് വന്ന പോർച്ചുഗീസുകാരും അവരൊക്കെ കടലിൽ നിന്നും വരുന്ന മറ്റുള്ളവരെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പോയിൻ്റാണ്. ചുറ്റിനും ഒരു 3 സൈഡും നമുക്ക് കാണാൻ പറ്റും.
പൂർണ്ണമായിട്ടും കടലിൽ നിന്ന് നമുക്ക് വരുന്ന എന്തിനേയും അല്ലെങ്കിൽ കടലിലുള്ള എന്തിനേയും കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇവിടെ ഈ കാണുന്നതൊക്കെ ഉണ്ടോ കടൽ നമ്മളുണ്ട് സൈഡിലൊക്കെ വന്ന് ഫുള്ള് വന്ന് നമ്മുടെ ഈ കക്കയെന്ന് പറയുന്ന സാധനമില്ലേ അതാണ് കേട്ടോ. അപ്പോൾ ഈ പാറയിലൊക്കെ പിടിച്ച് പറ്റിയിരിക്കുന്നത് അവിടെ ഫുള്ള് അതാണ്. നമ്മുടെ നാട്ടിലേക്കായിരുന്നു ഇതിൽ ഒരെണ്ണം പോലും അവിടെ കാണത്തില്ലായിരുന്നു. എല്ലാത്തിനെയും പറിച്ച് അപ്പോഴേ കഴിച്ചാണ് പറക്കിയെടുത്ത് കഴിച്ചാൽ കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ അതായിരുന്നു ആരും പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അത് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അതങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അന്നത്തെ കാലത്തെ പഴയ കാലത്തെ. അപ്പോൾ ഈ ഒരു ചെമ്പകം ഞാനാണ് എനിക്ക് അതിശയമായി തോന്നി കേട്ടോ. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചെമ്പകമാണിത്. ചെമ്പകം നമ്മുടെ നാട്ടിൽ പറയും. അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അതിമനോഹരമായി തന്നെ വളം വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വർഷങ്ങളായിരുന്നു. അത് കണ്ടാൽ തന്നെ അവിടെ ആ പണികളൊക്കെ പുതിയതായിട്ട് പണികളൊക്കെ നടത്തിയിട്ടുള്ളപ്പോൾ തന്നെ ആ മരത്തിന് കേടുപാട് സംഭവിക്കാതെ തന്നെയാണ് അത് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ടുള്ളത്. ആ പണികൾ ചെയ്ത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കടലുണ്ടോ അപ്പോൾ എന്താ നമ്മൾ നോക്കി കാണാം. അവർ കാണുന്നുണ്ടോ അവിടെയൊക്കെ ഈ സൈഡിൽ കടലിനടിയിൽ പാറകളാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ആ കാണുന്നൊരു പാറയാണ്. പാറയുടെ ആ കടലിൻ്റെ ലെവലിൽ ഒരു പാറയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചുറ്റും നോക്കി കഴിഞ്ഞാൽ ചുറ്റുമുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നല്ല വൃത്തിയായി കാണാൻ പറ്റും. ഇനി കാണുന്നുണ്ട് അത് ബോട്ടാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു പകുതി ദൂരം ഹൈറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ മനോഹരമായ കാഴ്ചകൾ, കടലിൻ്റെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ഐക്കോൺ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. നമ്മളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ഷോർട്സ് ആയാലും ശരി നമ്മുടെ ചാനലിടുന്ന എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ആരും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളതിൻ്റെ ടോപ്പിൽ കയറിയിട്ടുണ്ട്. ടോപ്പിൽ ഇതുപോലെ തന്നെ ഒരു കാണാൻ നല്ല അതിമനോഹരമായി നമ്മളിപ്പോൾ കയറി വന്നപ്പോൾ കണ്ട ആ ചെമ്പകം ആ ചെടിയാണ് നിൽക്കുന്നത് കേട്ടോ. അതിമനോഹരമായി പൂത്ത് നിൽക്കുന്നത്. നമുക്ക് അതിന് മുകളിലായിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ നല്ല അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഒരുപാട് പക്ഷേ ഭയങ്കര വെയിലായിരുന്നു, ചൂട് സമയമായിരുന്നു നമ്മൾ പോയത്. അപ്പം നല്ല വെയിലുള്ള സമയമാണ്. അപ്പോൾ നമ്മളവിടെയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി വന്നപ്പം അവിടെ ആ നല്ല ഒരു ആൽമരം നിൽപ്പുണ്ട്. നല്ല തണൽ നിൽക്കുന്നതാണ് ആ ഭാഗത്ത്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് കുറേ സ്കൂട്ടറുകൾ ഒരേപോലെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം അവിടെ ഗോവയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ പോയി കഴിഞ്ഞാൽ അവിടെ വാടകയ്ക്ക് കിട്ടും കേട്ടോ. ഒരു ദിവസത്തേക്ക് 350 രൂപ മുതൽ വാടകയ്ക്ക് കിട്ടും സ്കൂട്ടറുകളൊക്കെ. അത് ഒരു ദിവസമൊന്നല്ല, എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അടുത്തായിട്ട് അങ്ങനെ വിശപ്പ് കയറിയപ്പം ഗോവൻ്റെ ഒരു ഇത് കാണുന്നത് ഒരു സാഗർ ദേശം എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഫ്ലാറ്റുകളാണ് അവിടെ, ലക്ഷറി വില്ലാസും ഫ്ലാറ്റുകളൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് നമ്മൾ മേളിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മളവിടെ ഒരു കാഷ്യൂവിൻ്റെ ഷോപ്പ് കണ്ടു. നമ്മളവിടെ നട്ട്സൊക്കെ എന്തുകൊണ്ട് വിലയെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറിയായിരുന്നു. പക്ഷേ ഇവിടെ നാട്ടിലേക്ക് വില കൂടുതലാണ്. അപ്പോൾ നമ്മളവിടെ തിരിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ മേളിലേക്ക് വന്നു കഴിഞ്ഞപ്പം NIO എന്ന് പറയുന്നുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ്റെ ഇത് കണ്ടിട്ടുണ്ട്. മെയിൻ ഗേറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് വണ്ടി എടുത്തോണ്ട് നമ്മളൊന്ന് പുറപ്പെട്ടു. അപ്പോൾ അങ്ങനെയിരിക്കുമ്പോഴാണ് വടാപ്പാവ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ നല്ലൊരു പ്രത്യേകം ഗോവൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ നമ്മൾ വടാപ്പാവ് കഴിക്കാൻ വേണ്ടി കയറിയിരുന്നു. അപ്പോൾ അങ്ങനെ കയറി നമ്മൾ ഒരു വടാപ്പാവ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വടാപ്പാവൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ മിറാമാർ എന്ന് പറഞ്ഞ ബീച്ചിലെത്തിയിട്ടുണ്ട്. മിറാമാർ. അപ്പോൾ നമ്മൾ നമ്മൾ മിറാമാർ ബീച്ചിലെത്തിയിട്ടുണ്ട്. മിറാമാർ ബീച്ചിൻ്റെ ഫ്രണ്ടേജാണ് കിടന്ന് നമ്മളെ എന്താ പറയുക ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശിലകളും ശില്പങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്കങ്ങനെ ബീച്ചിനകത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മെയിൻ എൻട്രൻസ് ഞാൻ കാണിക്കാം. അപ്പം ഇതാണ് അവിടെ മെയിൻ എൻട്രൻസ് കേട്ടോ. മിറാമാർ ബീച്ച് എന്ന് പറയും കേട്ടോ. ഗോവയിലെ പ്രശസ്തമായ ബീച്ചുകളിൽ ഒരു ബീച്ചാണ്. അപ്പോൾ നമ്മളങ്ങനെ മിറാമാർ ബീച്ചിൻ്റെ മെയിൻ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് അകത്തേക്ക് പോകാം കേട്ടോ. അവിടുത്തെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്കങ്ങനെ അവിടെ നിന്ന് നമ്മളകത്തേക്ക് നടക്കാൻ പ്രവേശിച്ചു. അപ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും കുട്ടികൾക്കുള്ള സയൻറ്റിസ്റ്റ്പരമായിട്ടുള്ള സ്പോർട്സിനുള്ള ഐറ്റംസൊക്കെയാണ്, കളിക്കാനുള്ള ഇതൊക്കെയാണ് കേട്ടോ അവിടെ കാണുന്നത്. കയറ് കൊണ്ട്
ചെയ്തിട്ടുള്ള പിന്നെ ശില്പങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കാറ്റാടി മരങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. പിന്നെ ഈ കാലാവസ്ഥയ്ക്ക് അവിടെ അത് നിൽക്കുകയുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബീച്ചിലേക്ക് ഏകദേശം 1/2 കിലോമീറ്റർ നടക്കണം. നോക്കുമ്പോൾ അത് അടുത്താണെന്ന് തോന്നും, പക്ഷേ ബീച്ചിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ 1/2 കിലോമീറ്റർ കൂടുതൽ നടക്കേണ്ടി വരും. ശരി, എന്തായാലും വേണ്ടില്ല, നടന്ന് പോയിട്ട് വരാം എന്ന് വെച്ചാൽ നമ്മൾ ബീച്ചിൻ്റെ ഭാഗത്ത് എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇച്ചിരി തണലുണ്ട്, പക്ഷെ നല്ല വെയിലുള്ള സമയമാണ് കേട്ടോ. ആ കാറ്റാടി ചെടികളാണ് ആ വലത്ത് സൈഡിൽ കാണുന്നത്, അതിൻ്റെ തോട്ടമാണ് അപ്പുറത്ത് കാണുന്നത്. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ടൈമല്ല, ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നടന്നു പോകാം. അങ്ങ് ദൂരെ കാണുന്നതാണ് കടൽ. നമുക്ക് കടലിൻ്റെ അവിടേക്ക് നടന്നു പോകാം കേട്ടോ. അവിടെ ഇറങ്ങാൻ പറ്റും കേട്ടോ, കടലിൽ ഇറങ്ങാൻ പറ്റും. പക്ഷേ നമ്മൾ ഇറങ്ങിയില്ല, അവിടെ ഇറങ്ങാൻ പറ്റും. എന്നാൽ അവിടെ റെസ്ക്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. റെസ്ക്യൂ ഒക്കെ ഉണ്ട്. നമുക്കവിടെ എപ്പോഴും സജ്ജമായി തന്നെ അവിടെ നല്ല എന്താ പറയുന്നത്, റെസ്ക്യൂവും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. നല്ല ഞാൻ കാണുന്ന റെസ്ക്യൂവിൻ്റെ വണ്ടിയാണ് കേട്ടോ. അവൻ്റെ അപ്പോൾ അവരെപ്പോഴും അലേർട്ടാണ്, മൈക്കൊക്കെ വെച്ചിട്ട് എപ്പോഴും പറയുന്നുണ്ട്, ആൾക്കാരെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ബീച്ചിൻ്റെ അരികിൽ എത്തിയിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്, ഉപ്പ് കാറ്റാണ് അടിക്കുന്നത്, ചൂടുണ്ട്, നല്ല വെയിലാണ്. പിന്നെ അത് ഗോവയുടെ ഒരു അതർ സൈഡാണ് കിടന്നത്. ഞാൻ ചുറ്റി വരുന്നത് അതർ സൈഡാണ് കാണുന്നത് കേട്ടോ. എന്താ പറയുക, ഒരു ചെറിയ ബീച്ച് പോലെ തന്നെ. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി, നല്ല വെയിലാണ്, അതാണ് മെയിൻ. ആ കാണുന്നതും അതിൻ്റെ ഗോവയുടെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. അവിടെയൊക്കെ പഴയ കോട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ പോയിട്ടില്ല. അവിടെയൊക്കെ പോകണമെങ്കിൽ പിന്നെ ഒരുപാട് സമയം വേണ്ടി വരും. നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കാരണം നമ്മൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. എന്തായാലും ബീച്ചിലൊന്ന് ഇറങ്ങിയിരുന്നു, ചെറുതായിട്ടൊന്ന് ഇറങ്ങി കാലുമൊക്കെ നനച്ചു, അത്രയേ ഉള്ളൂ. അപ്പം നമുക്കവിടെ ഒന്ന് തിരിച്ച് പോരാ എന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാവരും അപ്പം വീട്ടിൽ വീണ്ടും കടലിൽ ചാടണം ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ശരി, എല്ലാവരും ഇറങ്ങിയപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ഒരാഗ്രഹം, എന്നാൽ ഞാനും ഒന്ന് കടലിൽ ഇറങ്ങിയേക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാനും കടലിലേക്ക് ഒന്ന് ഇറങ്ങി കാലൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ചു പോയി. മെയിനായിട്ടുള്ള കാര്യം എന്താ, ഈ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാൻറ്റിലും മണ്ണിലും എല്ലാം മണ്ണായിട്ട്, ഈ കടലിലെ മണ്ണേ, ഉപ്പ് മണ്ണ് ഈ വണ്ടിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ചടങ്ങ് പരിപാടികളാണ്. ഉണ്ട് എല്ലാവരും കടലിൽ ഇങ്ങനെ കുളിയും നനയില്ല, കുളിയാനും ഉള്ള കാര്യങ്ങളൊക്കെയാണ്. കടൽ കാണുമ്പോൾ നമ്മുടെ സന്തോഷമല്ലേ. അങ്ങനെ ഞാനും കടലിൻ്റെ നടുവിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കടലിലേക്ക് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം. അങ്ങനെ എല്ലാവരെയും ഒരു ഹായ് ഒക്കെ പറഞ്ഞു. എല്ലാവരും നമ്മളെ എന്താ പറയുന്നത്, കടലിൽ കൊച്ചു കുട്ടികളെ വരെ കണ്ടോ, അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. ആഴം കുറവാണ്, പക്ഷെ എന്നാലും അങ്ങോട്ട് വിടില്ല. അങ്ങനെ നമ്മളവിടെ കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നും അങ്ങനെ കടലിൻ്റെ മിഴാം ജീപ്പ് ബീച്ചുമൊക്കെ കണ്ടിട്ട് നമ്മളവിടെ നിന്ന് വീണ്ടും തിരിച്ചു. അതിമനോഹരമായ റോഡുകളും അതിമനോഹരമായ കാലാവസ്ഥ പക്ഷേ ചൂടായിരുന്നു. മനോഹരമായ കാലാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും പോയിട്ട് നമ്മൾ തിരിച്ച് പനാജി വന്നിട്ടുണ്ട് കേട്ടോ. പനാജി വഴിയാണ് നമ്മൾ വരുന്നത്. പനാജി എന്ന് പറഞ്ഞൊരു, അപ്പോൾ ഇത് കാണുന്ന ഒരു ആദ്യം കാണിച്ചില്ല, ഒരു ബീച്ചിലേക്ക് ഒരു ദ്വീപ് പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അവിടേക്ക് പോകുന്ന ഇതാണ് കാണിച്ചത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ കാസിനോയുടെയൊക്കെ ലക്ഷറി ക്രൂയിസാണ് കിടക്കുന്നത് കേട്ടോ. ഏറ്റവും എന്താ പറയുക, ഭയങ്കര ചിലവ് കൂടിയ ഉള്ള ഒരു ക്രൂയിസാണ് കേട്ടോ. ലക്ഷറി ക്രൂയിസേഴ്സ് കണക്കെയാണ് കിടക്കുന്നത് ഉണ്ടോ. അത് കസീനോയുടെ, നമ്മുടെ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ കസീനോയുടെ ലക്ഷറി ഷിപ്പാണ് കേട്ടോ. അത് ഇതാണ് അതിനകത്ത് 5 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടി മജസ്റ്റിക് പ്രൈഡ് ഓഫ് കസീനോ അതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരുപാട് ക്ലബ്ബുകളും ചൂതാട്ടങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതിനകത്ത് ഇല്ലാത്തതൊന്നുമില്ല, എല്ലാം ഉണ്ട്. ഓക്കെ, പൈസ ഉള്ളവർക്ക് പൈസ ചിലവാക്കാനും പൈസ വാരാനുമുള്ള സ്ഥലമാണ്. ഉണ്ടാക്കാനുമുള്ള ലക്കുള്ളവന് ഭാഗ്യം കിട്ടും, ഇല്ലാത്തവൻ അവിടെ നശിച്ചും പോകും. അപ്പം അങ്ങനെ നമ്മൾ
അവിടെ നിന്നും ഇത് കാണിക്കുന്ന ബിഗ് ഡാഡിയുടെ കസിനോടെ തന്നെ ബിഗ് ഡാഡി എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഗെയിമിംഗ് സ്പോട്ട്, അതായത് ഗെയിമിംഗ് സ്പോട്ടാണ് കേട്ടോ എല്ലാം. അതായത് ചൂതുകളി. പിന്നെ അതിനകത്തെല്ലാം 5 സ്റ്റാർ ഫെസിലിറ്റീസാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഡെൽറ്റൺ ട്രോയൽ എന്ന് പറയുന്ന ഒരെണ്ണമാണ് കേട്ടോ. എല്ലാം കസിനോ അവരുടേതൊക്കെ തന്നെയാണ്, കസിനോടെ തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാം ശരിക്കും പറഞ്ഞാൽ ലക്ഷറി ലൈഫ് കോടികൾ. മജസ്റ്റിക് പ്രൈഡ് ഓഫ് കസീനോ എന്താ പറയുന്നത്, പണം എന്ത് ചെയ്യാൻ അറിയാൻ വയ്യാതെ, ഇതെന്ത് കാണിക്കണമെന്നറിയാൻ വയ്യാതെ, ചിലവ് ചെയ്യാൻ അറിയാൻ വയ്യാതെ ഇരിക്കുന്ന ലക്ഷറി ആഡംബര ജീവിതങ്ങൾ നയിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ് ഈ ക്ലബ്ബുകളൊക്കെ. സ്പീഷീസ് കസീനോ സ്റ്റഡീസ് ഓൺ ഫ്രണ്ട്ഷിപ്പ് ഓൺ കസീനോ ഗെയിംസ് ആസ് വെൽ. ഓക്കെ, എന്തായാലും അടിപൊളിയാണ്. നമ്മളവിടെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പുറപ്പെടുവാൻ വേണ്ടി പോകുമ്പോഴാണ് വീണ്ടും നമ്മൾ മാൻഡോവി ബ്രിഡ്ജ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രിഡ്ജിനടിയിൽ നിന്ന് നമ്മൾ പാസ്സായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്തത് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡ് ഏതാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അതിൻ്റെ ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ബ്രിഡ്ജിൻ്റെ അടിയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഓവർ ബ്രിഡ്ജ് നമ്മൾ കയറി. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർഗോ പോണ്ട പനാജിയാണ് കേട്ടോ. അതിൻ്റെ സർക്കിളാണ് മാർഗോ പോണ്ട പനാജി എന്ന് പറയുന്ന ജംഗ്ഷനാണ് കേട്ടോ. അതായത് ഒരു ട്രൈ ജംഗ്ഷനാണ്, 3 ഭാഗത്തേക്ക് തിരിയുന്നത് കേട്ടോ. ഒന്ന് മാർഗോയിട്ട് തിരിയും, നമ്മളൊന്ന് പിന്നെ നമുക്ക് ഇങ്ങോട്ടാണ് ശരിക്കും നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ബെൽഗാവി എന്ന് പറയുന്ന ആ റൂട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. ബെൽഗാവി നമ്മൾ പോയി കഴിഞ്ഞാൽ ആ റോഡ് നേരെ പോയി നമ്മൾ കർണാടക നമ്മൾ പോയി ഇറങ്ങും. അത് അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് പോണ്ട വഴി പോയിട്ട് നമ്മൾ ശരിക്കും ധാർവാഡ് വഴിയാണ് കേട്ടോ. ധാർവാഡ് പോയിട്ട് അതിൽ നേരെ ബാംഗ്ലൂരിന് പോകണമെങ്കിൽ അവിടെ നമ്മൾ നേരെ ഹുബ്ലി വഴി പോകണം. നമ്മൾ പോകുന്ന വഴി ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ നമ്മൾ പോയി അങ്ങനെ പോകാം കേട്ടോ. അങ്ങനെ നമുക്ക് കേരളത്തിലേക്ക് വരാൻ പറ്റും. അപ്പം ആ വഴിയാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. ആ ജംഗ്ഷനിൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇവിടുന്ന് നേരെ പോയ മാർഗോ പോണ്ട പിന്നെ ഓൾഡ് ഗോവ കേട്ടോ. ഇതാണ് നമ്മുടെ റൂട്ട്. നമ്മൾ പോണ്ടായിക്കാണ് പോകുന്നത് കേട്ടോ. പോണ്ടായി പോയിട്ട് പോണ്ടായി നമുക്ക് ഉസ്ഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം. ടിസ്ക് ഉസ്ഗാവ് അവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലം ടിസ്ക് ഉസ്ഗാവ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഏകദേശം നമ്മളിപ്പോൾ പോയ സ്ഥലത്ത് നിന്നും ഒരു 35 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. ഗോവയുടെ നമ്മൾ പോയ ഇപ്പം മിറാമാർ ബീച്ചൊക്കെ ഇല്ലേ, ബീച്ചിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു 35 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ അങ്ങനെ നല്ല വഴികൾ കണ്ടാവും, നല്ല അതിമനോഹരമായ വിശാലമായ വഴികളാണ് കേട്ടോ പോണ്ടാക്കി നമ്മൾ പോകുന്ന വഴി. അപ്പോൾ അങ്ങനെ നമ്മൾ മനോഹരിയായ ഗോവയുടെ സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെ നമ്മളുടെ സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഉണ്ടോ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടോ? ആക്ച്വലി അത് എന്താ പറയുന്നത്, ഓഷനല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മാൻഡോവി എന്ന് പറഞ്ഞ റിവറാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ നമ്മളതിന് സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് മാൻഡോവി റിവർ. ഏകദേശം വലിയൊരു റിവറാണ്. അത് ഗോവയിൽ തന്നെ സ്റ്റാർട്ടായി, ഗോവയുടെ ബീച്ചുകളിൽ തന്നെ ഒഴുകിയെത്തുന്ന ഒരു നദിയാണ് കേട്ടോ മാൻഡോവിയിൽ. അപ്പോൾ നമ്മളങ്ങനെ മാൻഡോവിയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നമ്മൾ യാത്ര ചെയ്യണം. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. റോഡാണ്, സമ്മതിക്കണം, കണ്ണാടി പോലത്തെ റോഡുകളാണ് കേട്ടോ. അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ എന്താ
സ്ഥലങ്ങൾ വെറുതെ കിടക്കുകയാണ്. ഇപ്പോഴും അവിടെ ജനങ്ങളുള്ള സ്ഥലത്ത് ജനങ്ങളുണ്ട്, ഇല്ലാത്തടത്ത് ആരുമില്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇപ്പോഴും ഗോവ കേട്ടോ. എന്നാൽ അവിടെ സ്ഥലങ്ങൾക്ക് വിലക്കുറവുണ്ടോ? അതുമില്ല. ഭയങ്കരമായിട്ടുള്ള തീ പിടിച്ച വിലയാണ് അവിടെ. അങ്ങനെ നമ്മൾ പോണ്ടായിക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പോണ്ട എന്ന് പറയുമ്പോൾ ചെറിയ ഒരു എന്താ പറയുന്നത്, ഒരു ചെറിയ സിറ്റിയാണ് കേട്ടോ. ചെറുതല്ല, അത്ര ചെറുതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ പെട്ട് കഴിഞ്ഞാൽ, ഒരു വണ്ടിയൊക്കെ തന്നെ ഒന്ന് പഞ്ചറായി പെട്ട് കഴിഞ്ഞാൽ കിലോമീറ്റർ കണക്കിന് എൻ്റെ മക്കളെ ഈ പരിസരത്തെങ്ങും ഒരു മനുഷ്യനും കാണുകയില്ല. അതാണ് ഗോവയുടെ ഒരു പ്രത്യേകത. എന്താ ഇപ്പം നമ്മളൊരു ചെറിയൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ബാൻഡിവാഡ. അപ്പോൾ നമ്മളവിടെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പുറപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരമക്കുടി 12, മൻഡോൾ 8 കിലോമീറ്റർ, മാൻഡോവി. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കണ്ടായിരുന്നല്ലോ, മാൻഡോവി റിവർ നമ്മൾ പാസ് ചെയ്യണം, ബ്രിഡ്ജ് കേട്ടോ. നമ്മളങ്ങനെ വീണ്ടും മാൻഡോവിയുടെ മുകളിൽ കൂടി നമ്മളൊരു യാത്ര. ഇപ്പോൾ നമ്മൾ വീണ്ടും മാൻഡോവി റിവറിനെ വീണ്ടും നമ്മൾ പാസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 2 പ്രാവശ്യം ഇപ്പം മാൻഡോവി റിവറിന്, അല്ല 2 പ്രാവശ്യമില്ല, അവിടെ 1 പ്രാവശ്യം കടലിൽ നിന്ന് നമ്മളിപ്പോഴാണ് ശരിക്കും മാൻഡോവി ക്രോസ് ചെയ്തിട്ടുണ്ട്. ക്രോസ് ചെയ്ത് നമ്മൾ ഛത്രപതിയിലുണ്ട്. പക്ഷേ നമ്മൾ ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. നമ്മൾ ഒന്നും കണ്ടില്ല ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ സമയമെടുത്ത് കാണണം. നമുക്ക് അങ്ങനെ കാണാനുള്ള ടൈം കിട്ടിയില്ല. ഇപ്പോൾ ബെൽഗാവിക്ക് ഇവിടെ നിന്ന് 131 കിലോമീറ്റർ ഉണ്ട്. ഹുബ്ലിക്ക് 66 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എളുപ്പമാണ് കേട്ടോ. ഹുബ്ലിക്കൊക്കെ 66 കിലോമീറ്റർ. അവിടെ നിന്ന് ഹുബ്ലിയിൽ നിന്ന് പക്ഷേ ബാംഗ്ലൂരിനുണ്ട് സ്ഥലം, ദൂരമുണ്ട്. ഏകദേശം 500 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. എന്തായാലും അങ്ങനെ നമ്മൾ ഗോവയ്ക്ക് ഒരു കറങ്ങി. പിന്നെ സ്ഥലങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഗോവയുടെ സ്ഥലങ്ങളുടെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഒന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറക്കരുതേ കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നല്ല ചൂടാണ്, പക്ഷേ വണ്ടി പിന്നെ AC കൊണ്ട് അറിയുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് ഇതൊരു ഫാർമസിയുടെ കോളേജാണ് കേട്ടോ. അപ്പം അടിപൊളിയാണ്. വലിയ ഗോവൻ്റെ തന്നെ ഒരു ഫാർമസി കോളേജാണ്. മെഡിസിനെ കുറിച്ച് പഠിപ്പിക്കുന്നതായ ഒരു കോളേജാണ് കേട്ടോ. ഒരുപാട് എന്താ പറയുന്നത്, ഏക്കറിലാണ് വസ്തു, ഒരുപാട് സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് അങ്ങനെ ഏകദേശം വീട് അടുക്കാറായിട്ടുണ്ട് കേട്ടോ. പോണ്ടയിലെത്തിയിട്ടുണ്ട്. വീട് അടുക്കാറായില്ല, പോണ്ടയിലെത്തിയിട്ടുണ്ട്. ഏകദേശം 10 കിലോമീറ്റർ 15 കിലോമീറ്ററോളം നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണ്ടയിൽ എത്തിയിട്ടുണ്ട്. ഇത് പോണ്ട എഡ്യൂക്കേഷൻ സൊസൈറ്റി, അതായത് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. പോണ്ടയുടെ യൂണിവേഴ്സിറ്റി കോളേജാണ് കേട്ടോ, ഗവൺമെൻറ് കോളേജാണ്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ നിന്ന് വീണ്ടും തിരിച്ചിങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ വ്യത്യസ്തമായൊരു കാഴ്ച കണ്ടു. അവിടെ ഈ വെട്ടുകല്ല്, നമ്മുടെ അവിടെ പറഞ്ഞത് കണ്ണൂരൊക്കെ കോഴിക്കോട് സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ അത് വെട്ടുകല്ല് കെട്ടിയാണ്. അവിടെ വീടുകളൊക്കെ പണിയുന്നതൊക്കെ, ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നത് മാക്സിമം വെട്ടുകല്ലാണ്. ഈ വെട്ടുകല്ലെന്ന് പറഞ്ഞാൽ ഈ നല്ല സ്ട്രെങ്താണ്, അതുപോലെ തന്നെ നല്ല കൂളിങ്ങാണ്, കാലങ്ങൾ കിടക്കും. അപ്പോൾ അതിലാണ് ഇവിടെയൊക്കെ പണിയുന്നത് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വെട്ടുകല്ല് വെട്ടി അവിടെ ഇങ്ങനെ സെയിലിൽ വെച്ചേക്കുന്നതാണ്. നമ്മൾ കടകളിലൊക്കെ വെച്ചേക്കുന്നുണ്ട്, ഹോളോബ്രിക്സ് ഇവിടെയൊക്കെ വെക്കുന്നുണ്ട്. ഇത് ഒരു കോളേജാണ്, യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ, ചെറിയ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നും അങ്ങനെ നമ്മൾ പോണ്ടയിലെത്തിയിട്ടുണ്ട്. പോണ്ടയുടെ മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. പിന്നെ വിശാലമായ റോഡുകളാണ്. എന്തായാലും
കണ്ടില്ലേ എന്ത് മനോഹരമായ കാഴ്ചകളാണ് നോക്കി. കേരളം പോലെ തന്നെ നല്ല മലനിരകളും ഉയർന്ന ഭൂമിയും താഴ്ന്ന ഭൂമിയും ഉള്ള സ്ഥലമാണ് ഗോവ കേട്ടോ. അതായത് മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പ്ലെയിനായിട്ടുള്ള സ്ഥലങ്ങളാണ് തമിഴ്നാട് ഇപ്പോൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, നല്ല ഏറ്റവും ഇറക്കമാണ്. അതായത് മലനിരകളുടെ ഒരു സ്ഥലമാണ് ഗോവ എന്ന് പറയുന്നത്. അവിടെ പ്ലെയിനായിട്ടുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ് കേട്ടോ. പിന്നെ ചീങ്കയാണ്, അതാണ് അവിടെ മെയിൻ. എനിക്ക് തോന്നുന്നു എവിടെ വെട്ടിയാലും ചീങ്കയാന്ന് തോന്നുന്നു. പൂഴിമണ്ണ്, ചുവന്ന മണ്ണും ചീങ്കയുമാണ് കേട്ടോ അവിടെ മൊത്തം. കൃഷിക്കൊന്നും അത്ര അനുയോജ്യമായ സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെ. കാരണം കൃഷിയിടങ്ങളൊക്കെ ഒരുപാട് അധികം ഞാനിങ്ങനെ കണ്ടില്ല. പിന്നെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടോ നോക്കി, നല്ല മനോഹരമായ നീണ്ട നിവർന്ന് കിടക്കുന്ന റോഡുകളാണ്. കിലോമീറ്റർ കണക്കിന് വളവുകളില്ലാതെ ഒരേ സ്ട്രെയിറ്റായിട്ട് കിടക്കുന്ന റോഡുകളാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. നല്ല സൂപ്പർ സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഏകദേശം പോകേണ്ടതൊക്കെ കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക വീടിനടുത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന നമ്മൾ ലെഫ്റ്റ് സൈഡ് കാണുന്നത് നെസ്ലയുടെ കമ്പനിയാണ്. നെസ്ലെ പാൽപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന നെസ്ലയുടെ കമ്പനിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ പിന്നെ നമുക്ക് MRFിൻ്റെ കമ്പനി കാണാം. അങ്ങനെ ഫിനോളക്സിൻ്റെ കമ്പനി, അങ്ങനെ പല കമ്പനികൾ ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു ഇതൊക്കെ കേട്ടോ, നേരത്തെ ഉള്ള വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പം നമ്മളങ്ങനെ വീടിൻ്റെ അടുത്തേക്ക് എത്തിക്കണം. അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഏകദേശം ഏതാനും നിമിഷമൊക്കെ നമ്മൾ വീട്ടിലെത്തുന്നതായിരിക്കും. ഇനി ഒരു 2-3 കിലോമീറ്ററോടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ കൂടെ ഉണ്ടാകും. അപ്പം അതൊക്കെ നമുക്ക് അതോടെ നമ്മുടെ ഗോവയുടെ വിശേഷങ്ങൾ തീരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടി ഒന്ന് കാണണം. ദിസ് ഈസ് സൈനിങ് ഓഫ് രാജേഷ് വ്ളോഗ് 196. അപ്പം വീണ്ടും കാണും വരയ്ക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓക്കെ, ബൈ.